ഹായ് ഫ്രണ്ട്സ്, റീൽ ഫ്രെയിം ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഷോർട്ട് വീഡിയോയിൽ എങ്ങനെ നല്ല രീതിയിൽ റീച്ച് കിട്ടും എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക, ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് ഫസ്റ്റ് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളിപ്പോ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് വെച്ചാൽ ഈ ഷോർട്ട് വീഡിയോയുടെ ലെങ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 60 സെക്കൻഡിന് താഴെയാണ് ഷോർട്ട് വീഡിയോന്റെ ലെങ്ത് ഇടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യത്തെ 3 സെക്കൻഡാണ് അവർ കൺസിഡർ ചെയ്യുക. 3 സെക്കൻഡ് നിങ്ങൾ എങ്ങനെ ഒരു ഓഡിയൻസിനെ എന്താ പറയുക പിടിച്ചിരുത്തു, അതൊക്കെയാണ് അവർ മാക്സിമം ആയിട്ട് നോക്കുന്നത്. നിങ്ങൾ എങ്ങനെ ആ ഓഡിയൻസിനെ എങ്ങനെ ബുക്ക് ചെയ്യും, അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ക്യാച്ച് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആകാം, അല്ലെങ്കിൽ തബ്നെയിലാകാം, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ്, എന്തെങ്കിലും ഒരു എഡിറ്റിങ്ങോ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്തായാലും നല്ല റീച്ച് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ഹെഡിങ് ആണ്, ടൈറ്റിൽ. ഇപ്പം നല്ല നല്ല എന്താ പറയുക ക്യാച്ച് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നല്ല റീച്ചും ആവും. നിങ്ങൾ സെക്കൻഡ് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒരു ഡിസ്ക്രിപ്ഷനാണ്. 2 പാരഗ്രാഫ് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ അതിനെ കുറിച്ച് ആ ടോപ്പിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ നേരെ ChatGPT പോയി ശ്രദ്ധിച്ചാൽ മതി. ChatGPT പോയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇതിൽ പേസ്റ്റ് ചെയ്യുക, അവിടെ കഴിയും, ഡിസ്ക്രിപ്ഷനും കഴിയും. പിന്നെ നിങ്ങൾ തേർഡ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഹാഷ്ടാഗ്സ് ആണ്. ഹാഷ്ടാഗ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹാഷ്ടാഗ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കുക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചാൽ കുക്കിങ്ങുമായിട്ട് ആസ്പദമായിട്ടുള്ളൊരു ഹാഷ്ടാഗ്സ് നിങ്ങൾ എടുക്കണം, അതും ട്രെൻഡിങ് ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ ആദ്യം കാണുക. നിങ്ങളുടെ വീഡിയോ ആദ്യം കാണുക, പൂർണ്ണമായിട്ട് കാണുക, എന്നിട്ട് ലൈക്ക് പഠിക്കുക. എന്നിട്ട് ആ കഴിഞ്ഞ ഉടനെ തന്നെ അത് നേരെ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലോ വാട്സപ്പിലോ നിങ്ങളത് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അത് നേരെ കോപ്പി ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടുക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് അതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ അത് എന്താ വെച്ചാൽ ആദ്യത്തെ കുറച്ചൊരു പേര് സെർട്ടൈൻ ഒരു 100 പേര് നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ അടുത്ത ആളിലേക്ക്, ആൽഗരിതം അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്, അത് നേരെ അടുത്തൊരു കുറച്ച് പേർക്ക് അതിങ്ങനെ സജസ്റ്റ് ചെയ്യും, യൂട്യൂബിൽ തന്നെ സജസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ വീഡിയോ കുറെ മില്യണൊക്കെ കയറുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ എന്താ പറയുക എക്സാമ്പിൾ ഒരു 3 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ റീച്ച് എത്തത്തില്ല. അതേപോലെ തന്നെ രാത്രി 11 ശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താലും അത് റീച്ച് കിട്ടത്തില്ല. നിങ്ങളിത് ബെസ്റ്റ് ടൈമിങ് സെലക്ട് ചെയ്യുക. ടൈമാണ് മെയിൻ. നിങ്ങളിപ്പം എക്സാമ്പിൾ ഒരു വൈകുന്നേരം ഒരു വെള്ളിയാഴ്ച എടുക്കുക, വെള്ളിയാഴ്ച എടുക്കുക. അപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ വൈകുന്നേരം ഒരു 5 മണി 5:30 ശേഷം ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഷോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാ ഓഫീസ് വർക്കേഴ്സും 5 മണി 5:30 ശേഷമാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ കാറിന്ന് മൊബൈൽ നോക്കുന്ന ആൾക്കാരുണ്ട്, ട്രാഫിക്കിലുള്ള കുടുങ്ങിയ ആൾക്കാർ ജസ്റ്റ് മൊബൈൽ സ്വൈപ്പ് ചെയ്യും. അപ്പോൾ അവർ ഷോർട്സ് ആണ് മെയിൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലെങ്തി വീഡിയോ അവർ ചൂസ് ചെയ്യും. പിന്നെ അങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങൾ ടൈമാണ് മെയിനായിട്ട് നോക്കുന്നത്. ടൈം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഷോർട്ട് വീഡിയോന്റെ അടിയിൽ താഴെ വരുന്ന കമന്റ്സ് ഉണ്ട്. അപ്പോൾ കമന്റ്സിന് തൊട്ട് മുൻപിൽ നിങ്ങളൊരു കമന്റ്സ് ടൈപ്പ് ചെയ്യുക. എല്ലാവരും പേജ് ഫോളോ ചെയ്യും, ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ടൊരു ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം താഴെ വരുന്ന കമന്റ്സ് ഉണ്ടാവും, ഈ ഓഡിയൻസിന്റെ കമന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളെല്ലാം നല്ല കുറച്ച് ലെങ്തി സെന്റൻസിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കണം. അപ്പോൾ അങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ
ഈ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഓഡിയൻസ് അവർ വായിക്കും ചെയ്യും. അപ്പോൾ വായിക്കുമ്പോൾ ടൈം കുറേ ഏടാവും. അപ്പോൾ ടൈം കുറേ ഏടാവുന്ന സമയത്ത് വീഡിയോ നല്ല രീതിയിൽ അടുത്ത ആളിലേക്ക് അങ്ങനെ പോയി ചെയ്യാം. അപ്പോൾ അതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മെയിൻ ലെങ്തി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളും ടിപ്സും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.